വിവരങ്ങളുണ്ട്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ഈ തളിപ്പറമ്പിൽ അദ്ദേഹത്തിൻ്റെ പത്നിയെ തെരഞ്ഞെടുപ്പ് നിർത്തിയത് വ്യാപകമായി കേരളത്തിൽ ഇപ്പോൾ പാർട്ടി യോഗങ്ങളിലേക്ക് വിമർശിക്കപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം ഭാര്യയ്ക്ക് ഒരു അവസരം വാങ്ങിക്കൊടുത്തു, സ്ഥാനാർത്ഥിത്വം വാങ്ങിക്കൊടുത്തു എന്ന രീതിയിൽ നിർദ്ദയമായ വിമർശനങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു താൻ ആണധികാരം ഉപയോഗിക്കാതിരുന്നതാണ്. അതായത് ഭർത്താവ് എന്നുള്ള നിലയിൽ നീ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ PK ശ്യാമള മത്സരിക്കില്ലായിരുന്നു. അത് താൻ ഉപയോഗിക്കാതെ പോയതാണ് എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്ത് തത്സമയം ചേരുന്നു. പറയൂ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ. SKN ഗുഡ് മോർണിംഗ്. ഇന്നലെ ചേർന്ന CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലാണ് ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മറുപടി നൽകിയത്. നേരത്തെ കുണ്ടറയിൽ വെച്ച് 24 നൽകിയ അഭിമുഖത്തിലും സമാനമായ ഒരു പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. എന്തായാലും പാർട്ടി വേദികളിൽ ഇതാദ്യമായാണ് അദ്ദേഹം ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. അദ്ദേഹം പറയുന്നത് തളിപ്പറമ്പിൽ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി PK ശ്യാമള വന്നപ്പോൾ താൻ എന്താ എതിർക്കാതിരുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അങ്ങനെ താൻ എതിർത്താൽ താൻ ആണധികാരത്തിൻ്റെ വക്താവായി മാറും, താൻ ആണധികാരം ഭാര്യയ്ക്ക് മേൽ പ്രയോഗിച്ചു എന്ന് വരും. അതൊരു കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, അതുകൊണ്ടാണ് താൻ ഭാര്യയെ മത്സരിക്കുന്നത് വിലക്കാതിരുന്നത് എന്നാണ് എം വി ഗോവിന്ദൻ ഇന്നലെ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകൾക്ക് മറുപടിയായി പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ ആണധികാരത്തിൻ്റെ വക്താക്കളായി മാറുകയാണ് എന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചു. അതായത് ഭാര്യയെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിലക്കാതിരുന്നത് അത് ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലെ ലംഘനമാകും, അത് കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്ന കാര്യമാണ് എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ വീണ്ടും തെരഞ്ഞെടുത്തതിനെയും എം വി ഗോവിന്ദൻ ന്യായീകരിച്ചു. പിണറായി അല്ലാതെ മറ്റാരാണ് പ്രതിപക്ഷ നേതാവാകേണ്ടത് എന്ന മറുചോദ്യമാണ് ചർച്ചകൾക്ക് മറുപടിയായി എം വി ഗോവിന്ദൻ പറഞ്ഞത്. പിണറായി ഉള്ളപ്പോൾ പിണറായി അല്ലാതെ മറ്റാരെ നിയമിക്കും, വേറെ ഒരാളും അതിനപ്പുറത്തേക്കില്ല എന്ന മറുപടിയും അദ്ദേഹം നൽകി. ഇന്നലെ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടന്നത്. കനത്ത പരാജയത്തിൻ്റെ ഉത്തരവാദിയായ പിണറായിയെ വീണ്ടും പ്രതിപക്ഷ നേതാവാക്കുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് വർക്കലയിൽ നിന്നുള്ള വനിതാ നേതാവായ ശൈലജ ബീഗം പറഞ്ഞത്. അതോടൊപ്പം തന്നെ കരമന ഹരി പോലുള്ള ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്ന നേതാക്കളും പ്രതിപക്ഷ നേതാവാക്കിയ തീരുമാനത്തെ നഖശികാന്തം വിമർശിച്ചു. അങ്ങനെ വ്യാപകമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത്. മന്ത്രി KN ബാലഗോപാലിനും MP രാജേഷിനുമെതിരെ വിമർശനമുണ്ടായി. വട്ടിയൂർക്കാവിൻ്റെ വികസനം തടസ്സപ്പെടുത്തിയത് KN ബാലഗോപാലാണ്, അത് ഇനിയെങ്കിലും ജനങ്ങൾ അറിയട്ടെ എന്ന് വട്ടിയൂർക്കാവിൽ ഇപ്പോൾ പരാജയപ്പെട്ട മുൻ MLA VK പ്രശാന്ത് യോഗത്തിൽ തുറന്നടിച്ചു. അങ്ങനെ വലിയ രൂക്ഷമായ വിമർശനമാണ് ഇന്നലെ CPIM-ന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.